കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കള്ളന് താക്കോലൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, പാകിസ്ഥാന് കിട്ടുന്ന അനവസരത്തിൽ, അതായത് ഈ അവസരത്തിൽ പ്രത്യേകിച്ചും കൊടുക്കാൻ പാടില്ലാത്ത ചില സഹായങ്ങളാണ് ആ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ. ഇപ്പോൾ UN ഭീകരവിരുദ്ധ സമിതിയുടെ സഹ അധ്യക്ഷ സ്ഥാനം കൊടുത്തേക്കുന്നത് പാകിസ്ഥാനാണ്. കൊള്ളാം. അതായത് ഒരു ഭീകര രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം, അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർക്ക് ഈ സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ? അതിൻ്റെ പുറകിൽ ആളുകൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യം ചിന്തിക്കേണ്ട കാര്യമാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഭീകരവിരുദ്ധ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനമാണ് ഇപ്പം അവർക്ക് കിട്ടിയേക്കുന്നത്, പാകിസ്ഥാന് കൊടുത്തേക്കുന്നത്. പറ്റിയ ആളിനെയാണ് പിടിച്ചു വെച്ചേക്കുന്നത്. ഏതായാലും ഇവന്മാർക്ക് അതിൻ്റെ അധ്യക്ഷ സ്ഥാനം തന്നെ കൊടുക്കേണ്ടതാണ്, അല്ലാതെ സഹ അധ്യക്ഷ സ്ഥാനം കൊടുത്തുകൊണ്ട് ആയില്ല, ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തതുകൊണ്ട് മാത്രം ആയില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം അതിനെ ഒരുപാട് എതിർക്കേണ്ടതാണ്. എതിർക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല, എതിർത്തിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതാണ് കാര്യം. കാരണം നമുക്ക് ഇത്രയും വിലയേ ഉള്ളൂ ഇപ്പോൾ. അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഇനി അടുത്തത് എന്താണെന്നറിയോ? അത് മാത്രമല്ല, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയല്ലോ, അതിൻ്റെ പശ്ചാത്തലം ഒക്കെ വിവരിക്കാനായിട്ട് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളോട് അത് വിശദീകരിച്ച് പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ് എന്നുള്ളത് അവരുടെ ശ്രദ്ധയിലൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലുള്ള പണികൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രതിഷേധാർഹമാണ്. നമ്മുടെ ഇന്ത്യയെ, അതായത് പാകിസ്ഥാനെ പോലെ കണക്കാക്കുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാവരുത്. ഇന്ത്യയും പാകിസ്ഥാനും ഏതാണ്ട് തുല്യ സ്ഥാനം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പെരുമാറ്റം. എങ്ങനെ ഈ ഭീകരവാദികൾ, ഈ ഭീകരന്മാരുള്ള ഈ സ്ഥലം, ഭീകരതയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഈ രാജ്യം, അവരെ എങ്ങനെ ഇന്ത്യയോടൊപ്പം താരതമ്യപ്പെടുത്താൻ പറ്റും എന്ന് അന്താരാഷ്ട്ര സമൂഹം ചിന്തിക്കേണ്ടതാണ്. ഇനി അടുത്തെന്തെന്നറിയോ? ഇനി താലിബാൻ, അതായത് താലിബാൻ നിരോധന സമിതി, താലിബാനെ നിരോധന സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. ഇതുപോലെ തന്നെ ഈ സമിതി 1988 നിലവിൽ വന്നതാണ് ആ സമിതിയുടെ ചെയർമാൻഷിപ്പ്, അതിൻ്റെ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ഇവർക്കാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ സുരക്ഷയ്ക്ക് താലിബാനെ നിയന്ത്രിക്കുന്ന അതുപോലെ തന്നെ അതിനെ നിരോധിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമിതിയാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാനാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ വളരെയധികം മോശമായ ഒരു ബന്ധമാണ് ഉള്ളത്. അഫ്ഗാനിസ്ഥാൻ ഏതാണ്ട് പാകിസ്ഥാനെ ഇപ്പോൾ ഏതാണ്ട് ഒരു ശത്രുപക്ഷത്ത് നിർത്തിയേക്കാണ്. കാരണം അതുകൊണ്ടാണ് തെഹ്രീക്ക്-ഇ-താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടന പോലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി ഭാഗങ്ങളിൽ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സംഘടനയാണത്. കാരണം താലിബാൻകാർക്ക് പാകിസ്ഥാനെ താല്പര്യമല്ല, ഇഷ്ടമല്ല, ആ രീതിയിലാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി അഫ്ഗാനിസ്ഥാൻ്റെ സുരക്ഷ നോക്കേണ്ട കാര്യം പാകിസ്ഥാനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചിരി വരുന്ന കാര്യങ്ങളല്ലേ ഈ നടക്കുന്നതൊക്കെ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടു, IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് $100 ബില്യൺ സഹായമാണ് പാകിസ്ഥാന് അനുവദിച്ച് കിട്ടിയത്. എത്ര കോടി രൂപയാണ്? ഈ പണമൊക്കെ എവിടെ പോകുമെന്നറിയാവോ? ഇത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കോ ഒന്നും അധികം ഒരു കാര്യമില്ല. അത് അവിടുത്തെ മിലിറ്ററി തലവനോട്ടാണ് തീരുമാനിക്കുന്നത് എത്ര മിലിറ്ററിക്ക് എന്ത് വേണം ഇതൊക്കെ. പാകിസ്ഥാൻ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്നവന്മാരൊക്കെ ഭയങ്കര കാശുകെട്ടായിട്ടാണ് മാറുന്നത്, പണക്കാരായിട്ട്. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ പണം മുഴുവൻ ഇഷ്ടമായിട്ട് മിലിറ്ററിയിലോട്ട് പോകും. ആ മിലിറ്ററി അതെടുത്ത് കുറേ സാധനങ്ങൾ ഈ പറയുന്നത് പോലെ ചൈനക്കാർ കൊടുക്കുന്ന പൊട്ടാത്ത തോക്കും ഇതുമെല്ലാം വാങ്ങിയെടുക്കും. ബാക്കിയുള്ള പണം മുഴുവൻ അവന്മാരടിച്ചു മാറ്റും. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അത് മാത്രം ബാക്കി കൊടുക്കുന്ന നല്ലൊരു ഭാഗം ഭീകരർക്ക് കൊടുക്കും. അവിടുത്തെ സൈനിക പട്ടാളം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? യഥാർത്ഥത്തിൽ
അവരുടെ ഭീകരരാണ് അവിടുത്തെ പട്ടാളക്കാർ. അതാണ് അവർ ഗണിക്കുന്നത്. ഭീകരരെ ഊട്ടി വളർത്തി എതിലേക്കൂടെയും കുഴി കൂടെയോ ടണലിൽ കൂടെയോ ഒക്കെ നമ്മുടെ രാജ്യത്തെ കയറ്റിവിട്ട് ഇവിടെ ശല്യം ഉണ്ടാക്കുന്നതാണ് അവന്മാരുടെ യുദ്ധം. അതാണ് അവിടുത്തെ മിലിറ്ററി തന്ത്രം. അല്ല നേരെ യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ വരുമ്പോൾ ഈ രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഭീകരരെ വളർത്താൻ ഈ പണം അവരുപയോഗിക്കും. ഇപ്പം ഇനി അത് മാത്രമല്ല, ഒരു $80 കോടി പാകിസ്ഥാന് ഇപ്പോൾ ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് കേട്ടോ അനുവദിച്ചിട്ടുണ്ട്. $80 കോടി. അതായത് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 6800 കോടി രൂപ വരും. അതാണ് അതും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇങ്ങനെ പണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യവന്മാരെ ഇങ്ങനെ പാപികൾ പന പോലെ വളർത്തും എന്ന് പറഞ്ഞതുപോലെ യവന്മാരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഭീകരതയ്ക്കും അതുപോലെ തന്നെ അവിടുത്തെ മിലിറ്ററിക്കും മാത്രമാണ് ഇത് പോകുന്നത്. അവിടുത്തെ പാവങ്ങൾക്കോ അവിടുത്തെ സാധാരണക്കാർക്കോ ഒന്നും ഇതിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ല എന്നുള്ളതൊന്ന് തിരിച്ചറിയാൻ ഈ വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ഭീമന്മാരെന്ന് പറയുന്നവർക്ക് കഴിവില്ലാതെ പോയല്ലോ എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. കാരണം ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ ഇപ്പം ഇങ്ങനെ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഭീകരത കാണിക്കുകയാണ്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് വെളിവായിട്ട് പോലും അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ചിന്തിക്കണം. ഇത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇതിനെക്കുറിച്ച് കുലങ്കക്ഷമായിട്ട് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സഹായമൊക്കെ നമ്മൾ ഇത്രത്തോളം ഒക്കെ ചെയ്തിട്ട് പോലും ഇത് വെളിയിൽ വന്നിട്ട് പോലും ഇവർക്ക് എന്തുകൊണ്ട് ഈ സഹായം കിട്ടുന്നു എന്നുള്ളത് ചിന്തിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും ശരി, ഇതിനെ അപലപിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. കാരണം പാകിസ്ഥാനെ ഈ ഭീകരവിരുദ്ധ സമിതിയുടെ സഹാധ്യക്ഷ സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ നാണക്കേടാണ്. ഇതിൻ്റെ പുറയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഇതേപോലുള്ള സമിതിയിൽ കൊടുക്കുകയാണ്. ഭീകരത വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, അവർക്കാണ് ഭീകരവിരുദ്ധ സമിതിയുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പണിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ താലിബാൻ നിരോധന സമിതിയുടെ അധ്യക്ഷസ്ഥാനം, അതും ഇവർക്ക് പാകിസ്ഥാൻ്റെ കയ്യിൽ ഇത് കൊടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. യഥാർത്ഥത്തിൽ അതൊക്കെ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട ഒരെണ്ണമാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാൻ അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. പൊതിക്കാ തേങ്ങ പോലെ കൈ വെക്കാനേ ഒക്കുള്ളത്, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഈ പണം, ഈ സഹായം, സാമ്പത്തിക സഹായം കിട്ടുന്നത് IMF നിന്ന് കിട്ടുന്നതും ADB നിന്ന് കിട്ടുന്നതും, ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുനരാലോചിക്കണം. ഈ പണം എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ആലോചിച്ചതിന് ശേഷം ചെയ്യാവൂ. ഒരു കാരണവശാലും ഇത് ലോക സമാധാനത്തിന് ഭൂഷണമായ പണികളല്ല ഈ നടക്കുന്നതൊക്കെ. നമുക്കൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ നാണക്കേടുള്ള കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ അപലപിക്കേണ്ടതാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിനെ അപലപിക്കേണ്ടതാണ്, ചെറുക്കേണ്ടതാണ്.